വിജയൻ ഏത് വിജയൻ മടിയിലിട്ട് പേരിട്ടതാവട്ടെ ഗോവിന്ദൻ മാഷ വിളിക്കണം. അഹങ്കാരത്തിന്റെ ആൾ രൂപമായി നിൽക്കുമ്പോൾ ചെവിയിൽ പിടിച്ചു കിഴക്കിയിട്ടടാ ചക്ക, അങ്ങനെയൊന്നും പറയരുത്. അഹങ്കാരമല്ല, ലാളിത്യമാണ് വേണ്ടതെന്ന് പറയാൻ നെഞ്ചുറപ്പുള്ളത് കോൺഗ്രസിന്റെ നേതാവുണ്ടായിരുന്നു. ഇവിടെ അഹങ്കാരത്തിന് കൈയും കാലും വെച്ച് ഈ നാട്ടിലിറങ്ങിയപ്പോൾ ആരെയൊക്കെ വെല്ലുവിളിച്ച്? വെല്ലുവിളി മാത്രം. അധികാരത്തിന്റെയും പണത്തിന്റെയും ഒരു അഹങ്കാരത്തിന്റെ ബാഹുല്യത്തിൽ എന്തെല്ലാം ക്രിമിനൽ പ്രവർത്തനങ്ങളാണ് ചെയ്തു കൂട്ടിയത്. ഏത് കാര്യത്തിലെങ്കിലും ഒരഭിപ്രായമുണ്ട്. വികസനത്തിലുമില്ല, വിജ്ഞാനത്തിലുമില്ല, ഡെവലപ്മെന്റിലുമില്ല, ഗർഭത്തിലുമില്ല. ഏത് ഗർഭവും? ഇപ്പോ ഞാനിങ്ങോട്ട് വരുമ്പോ നമ്മുടെ MLA രാഹുൽ പമ്പുട്ടത്തിൽ ഈ കാലം കണക്ക് ചോദിക്കാതെ എങ്ങും കടന്നു പോകില്ല എന്ന് പറയാറില്ലേ? കോടതി വിധി പറഞ്ഞിരിക്കുന്നു. ഏത്? ജാമ്യമില്ല, പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരനാണ്. ഇപ്പോഴും കോൺഗ്രസ് ഒളിവിൽ പറപ്പിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് ഒരൽപ്പമെങ്കിലും നിയമവാഴ്ചയോട് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ ആ വൃത്തികെട്ടയാ കുറ്റവാളിയെ നിയമത്തിന്റെ മുമ്പിൽ പിടിച്ചേൽപ്പിക്കണം. എന്തിനു നിങ്ങൾ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നു? എന്ത് തെറ്റാണ് ചെയ്തത്? ഇതൊരു പെണ്ണു കേസായി കരുതരുത്. ഒരു പെണ്ണു കേസാണോ? അങ്ങനല്ല. ഓരോ ശിശുരോധനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടീശ്വര വിലാപം. എനിക്കറിയാവുന്ന എത്രയോ പേരുണ്ട്, നിങ്ങൾക്കറിയാവുന്ന എത്രയോ പേരുണ്ട് ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുന്ന ജന്മങ്ങൾ, ദമ്പതികൾ, കല്യാണം കഴിഞ്ഞ് എത്രയോ കാലം. നമ്മൾ ചിലപ്പോൾ അറിയാതെ എങ്ങാനും ചോദിക്കും കുഞ്ഞ് എന്ന്, കുഞ്ഞെവിടെ, കുഞ്ഞുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം കുഞ്ഞില്ല. നമുക്കറിയില്ലല്ലോ. നമ്മൾ പരിചയപ്പെടുമ്പോൾ അറിയാതെ ചോദിച്ചു കുട്ടികളെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങളില്ല എന്ന് പറയുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകുന്ന മനുഷ്യരെ നമ്മൾ കാണാറില്ലേ? കാത്തിരിക്കുന്നവർ പതിറ്റാണ്ടുകളായി. ഒരു കുഞ്ഞിനെ, ഒരു സ്ത്രീയുടെ ജന്മത്തിൽ, സ്ത്രീയുടെ വയറ്റിൽ, സ്വന്തം രക്തത്തിൽ ഒരു കുഞ്ഞു പിറക്കുമ്പോൾ ആ കുഞ്ഞിനെ അവളുടെ അവകാശവും അവളുടെ അധികാരവും അംഗീകാരവുമില്ലാതെ 4 ചാത്തൻ ഗുളിക കൊടുത്തു വിട്ടിട്ട് വീഡിയോ കോളിൽ വന്നിട്ട് പറയാണ് തിന്നോളാൻ. ഒരു മനസാക്ഷിത്വമില്ല. ഏത് പെണ്ണ് സാ? രണ്ടാമത്തെ ഇര, ആ രണ്ടാമത്തെ ഇരയും അതേ കാര്യം. ഇന്നലെ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ ഒരു നേതാവ് ഷഹനാസ്, ഒരു എഴുത്തുകാരിയാണ്, ഒരു പ്രസാധകയാണ്, അവരുടെ സാംസ്കാരിക സംഘടനയുടെ നേതാവാണ്. അവരോട് ഇവൻ ട്യൂൺ ചെയ്തിരിക്കുന്നു. അപ്പോ ആ സ്ത്രീ എന്ത് ചെയ്തു? ഷഹനാസ് എന്ത് ചെയ്തു? അന്ന് ഈ ഷാഫി പറമ്പിൽ MLA പറഞ്ഞു, ചെവിക്കൊണ്ടോ എല്ലാ തെറ്റിനും എല്ലാ വൃത്തികേടുകൾക്കും കുടപിടിച്ചു കോൺഗ്രസ്. അയാളെ വാനോളം ഉയർത്തി. ഈ തെറ്റുകളൊക്കെ ഉണ്ടായിട്ട്, ഈ തെറ്റുകളെല്ലാം ഉണ്ടായിട്ട് ഈ പൈശാചികത മുഴുവൻ ചെയ്യാൻ അധികാരത്തിന് തണൽ. ഞാനൊരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ നിങ്ങളോട്. കോൺഗ്രസ് ഈ കേരളത്തിൽ പ്രതിപക്ഷ പാർട്ടിയാണ്. ആ പ്രതിപക്ഷത്തിരുന്നിട്ടാണ് ഇവരിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അധികാരം കിട്ടിയിരുന്നെങ്കിലോ? അധികാരം കിട്ടിയിരുന്നെങ്കിലോ? പോട്ടെ, ഈ വൃത്തികെട്ടവനെ പുറത്താക്കണം എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായം വരേണ്ട കാര്യമുണ്ടോ? ഇത് രണ്ടഭിപ്രായമല്ല, 4 or 10 അഭിപ്രായമാണ്. ഇവിടുത്തെ MP ഉണ്ടല്ലോ, ആരാ? നമ്മുടെ ഒരു അടൂർ പ്രകാശ്, UDFന്റെ കൺവീനർ. ആ പറ്റിയ ആളാ. എന്താ പറഞ്ഞേ? ആദ്യത്തെ ഇരയുടെ ശബ്ദം പുറത്തു വന്നപ്പോൾ, ഇരയുടെ ശബ്ദമല്ല, അത് AI ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അടൂർ പ്രകാശിന് പെൺകുട്ടി ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ചോദിക്കുന്നു, അദ്ദേഹത്തിന്റെ മകൾക്കാണ് ഈ ദുരനുഭവമെങ്കിൽ അടൂർ പ്രകാശ് നിലപാടെടുക്കും? കെ സുധാകരൻ പറയുകയാണ്, പാവം എടുക്കാൻ നല്ല പയ്യനാണത്രേ. ആര്? രാഹുൽ മാങ്കൂട്ടത്തിൽ. സുധാകരന്റെ ചെറുകുട്ടിയുടെ പ്രായമേ ഉണ്ടാകൂ ഈ ഇരയ്ക്ക്.